എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ചൂട് ചായയുടെ കൂടെയൊക്കെ കുറയ്ക്കാൻ പറ്റിയൊരു അടിപൊളി വിഭവമാണ് കേട്ടോ. ഇതൊരു വിഭവം എന്ന് പറയാനില്ല, അത് വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വായിലിട്ടാൽ കറുമുറയെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി വിഭവമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അരി വെച്ചിട്ടുള്ള ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു വിഭവം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഒരു അരക്കപ്പോളം വരുന്ന റേഷൻ അരിയാണ് കേട്ടോ ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. റേഷൻ അരി അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചോറ് വയ്ക്കുന്ന അരി എടുത്താലും മതി. ഇനിയിത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു അരിയുടെ ഈ ഒരു കളറൊക്കെ മാറി നന്നായിട്ട് പൊട്ടുന്ന രീതിയിലായിട്ട് വരും. സാധാരണ നമ്മൾ അരി കൊണ്ടൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് അരി വറുത്തെടുക്കാറുണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അരി വറുത്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക, അരി ഒരുപാട് അങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിച്ചിട്ട് എടുക്കരുത് കേട്ടോ. ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് ആകെ മൊത്തം അങ്ങ് മാറും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഈ അരി ഒന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ശരിക്കും ചീനച്ചട്ടിയിൽ നിന്ന് നമുക്ക് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് ചീനച്ചട്ടിയിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി കൊടുത്തേക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 കപ്പ് അളവിൽ ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ. തേങ്ങയും കൂടി ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ ഒരു 1/4 കപ്പ് അളവിൽ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതിലോട്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർ അതിന് പകരമായിട്ട് ശർക്കര ചീകി എടുത്തിട്ട് ഉപയോഗിച്ചാലും മതി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. ഇച്ചിരി പ്രസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുത്തുള്ളൂ, എങ്കിൽ ആ ഒരു തേങ്ങയിലെ ആ ഒരു പാലൊക്കെ ഇറങ്ങി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെയുള്ള നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് ആ ഒരു ഇങ്ങനെ അരിയൊക്കെ പൊട്ടി എന്താ പറയുക, പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. Bye bye.